CH മുഹമ്മദ് കോയ ജനിച്ചത് എന്നാണ്? ഉത്തരം 1927 ജൂലൈ 15. CH ജനിച്ചത് എവിടെയായിരുന്നു? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ അത്തോളിയിൽ. CH മുഹമ്മദ് കോയയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം പിതാവ് ആലി മുസ്ലിയാർ, മാതാവ് മറിയുമ്മ. ഏറ്റവും കുറച്ചു കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു ആര്? ഉത്തരം CH മുഹമ്മദ് കോയ. CH എത്ര ദിവസമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത്? ഉത്തരം 54 ദിവസം. CH മുഹമ്മദ് കോയ ഏത് ദിനപത്രത്തിൻ്റെ ലേഖകനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്? ഉത്തരം ചന്ദ്രിക ദിനപത്രത്തിൻ്റെ. CH മുഹമ്മദ് കോയയുടെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം KK ആമിന. CH മുഹമ്മദ് കോയയുടെ മക്കൾ ആരെല്ലാം? ഉത്തരം ഫൗസിയ, MK മുനീർ, ഫരീദ. CH മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം എന്തായിരുന്നു? ഉത്തരം ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ ഏത് തൂലികാ നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത്? ഉത്തരം MK അത്തോളി. അത്തോളി കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. CH മുഖ്യമന്ത്രിയായത് ഏത് നിയമസഭയിൽ? ഉത്തരം 5ാം നിയമസഭയിൽ. കേരള കായിക ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 13. ഗാന്ധിജിയുടെ സമാധി സ്ഥലം എവിടെയാണ്? ഉത്തരം രാജ്ഘട്ട്. നെഹ്റുവിൻ്റെ സമാധി സ്ഥലം എവിടെയാണ്? ഉത്തരം ശാന്തിവനം. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഗാന്ധിജിയുടെ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏത്? ഉത്തരം പാമ്പാർ. വാഗൺ ട്രാജഡി എന്ന പേരിലുള്ള കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1921. അതിരാണിപ്പാടത്തെ മനുഷ്യരുടെ കഥ പറഞ്ഞ് അനശ്വരമായ സാഹിത്യകാരൻ ആര്? ഉത്തരം SK പൊറ്റക്കാട്. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രിയായ മലയാളി? ഉത്തരം E അഹമ്മദ്, 10 വർഷം, 2004 മുതൽ 2014 വരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഗോവ. വില്ലുവണ്ടി സമരം നടത്തിയത്? ഉത്തരം വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. കേരളത്തിൽ തീരപ്രദേശങ്ങളില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 5. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം ഏതാണ്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്
വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത്? ഉത്തരം ബർദോളി സത്യാഗ്രഹം. GSTയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലുള്ള മൃഗം? ഉത്തരം സിംഹം. ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയതെന്ന്? എവിടെ? ഉത്തരം 1974 മെയ് 18 രാജസ്ഥാനിലെ ധാർ മരുഭൂമിയിലെ പൊക്രാനിൽ വെച്ച്. കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കാൻ അയൽക്കൂട്ട മാതൃകയിലെ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഉത്തരം ബാലസഭ. കൈകൊണ്ട് വിതച്ചത് വാക്കൊണ്ട് കൊയ്തു എന്ന കടങ്കഥയുടെ ഉത്തരം? ഉത്തരം എഴുതിയത് വായിക്കുന്നത്. മലയാളിയായ HS പ്രണോയ് ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത്? ഉത്തരം ബാഡ്മിൻ്റൺ. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ പ്രദേശം ഏത് പഞ്ചായത്തിലാണ്? ഉത്തരം മേപ്പാടി. മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള ദേശീയ അവാർഡുകൾ നേടിയ അഭയം, കേശു എന്നീ സിനിമകളുടെ സംവിധായകനാര്? ഉത്തരം ശിവൻ. സംവിധായകനായ സന്തോഷ്. വനിതകൾക്കുള്ള കേരളത്തിലെ തുറന്ന ജയിൽ എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തെ പൂജപ്പുരയിൽ. CH മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം ചുമതല വഹിച്ച വകുപ്പ് ഏതാണ്? ഉത്തരം വിദ്യാഭ്യാസം. ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ഉത്തരം 65 വയസ്സ്. ഇരുമ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം ഏത്? ഉത്തരം അനീമിയ. പുതിയ 50 രൂപ കറൻസിയിലുള്ള ചരിത്ര സ്മാരകം ഏതാണ്? ഉത്തരം ഹംപി. പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോവാത്ത കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ്? ഉത്തരം നെല്ല്. ഓണപ്പൂ എന്നറിയപ്പെടുന്ന പൂവ് ഏത്? ഉത്തരം കാശിത്തുമ്പ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ അംബേദ്കർ ആണെങ്കിൽ മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. കേരള ഭാഗ്യക്കുറിയുടെ ചിഹ്നത്തിൽ കാണുന്ന ജീവി ഏത്? ഉത്തരം പച്ചക്കുതിര.